വോട്ടിംഗ് കഴിഞ്ഞ ശേഷം അന്ന് തന്നെ ഒരു വോട്ടർ ടേൺ ഔട്ട് ആപ്പോട് കൂടി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കണക്ക്, അതായത് ഫോം 17C വഴി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കണക്കാണ് പ്രിസൈഡിംഗ് ഓഫീസർമാർ നമ്മുടെ ECI നെറ്റ് PRO ആപ്പ് വഴി അത് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ആ കണക്ക് അനുസരിച്ചിട്ട് നമ്മുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് 78.27% ആയിരുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ തന്നെ എല്ലാവർക്കും അത് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് നമുക്ക് ഈ മൊത്തം നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഡേറ്റ ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ ആയിട്ട് പറയാനുള്ള കാരണം നിയമാനുസൃതം ഫോം 17C അത് എല്ലാ പോളിംഗ് ഏജൻസിന് അടക്കം കൊടുത്തിട്ടുള്ളതാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പോസ്റ്റൽ വോട്ട്സ് ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. പോസ്റ്റൽ വോട്ട്സ് നമ്മളെല്ലാവർക്കും അറിയുന്ന മാതിരി ആബ്സെൻറ്റി വോട്ടേഴ്സ്, അത് സീനിയർ സിറ്റിസൺസ്, പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റീസ്, അതുപോലെ തന്നെ എസെൻഷ്യൽ സർവീസസിലുള്ള ആൾക്കാർ, പിന്നെ വോട്ടേഴ്സ് ഓൺ ഇലക്ഷൻ ഡ്യൂട്ടി, ഇവരല്ല നമ്മുടെ പോസ്റ്റൽ വോട്ട്സിൽ അർഹതപ്പെട്ട ആൾക്കാരാണ്. സോ ഇവരുടെ വോട്ട്സ് നമ്മൾ ഇന്നലോട് കൂടി ഫൈനലൈസ് ചെയ്യുകയും എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ റെക്കഗ്നൈസ് ആയിട്ടുള്ള എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും ഈ കണക്ക് നമ്മൾ അയച്ചു കൊടുത്തിട്ടുമുണ്ട്. ഇതിൽ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പോസ്റ്റൽ വോട്ട്സിൽ പറഞ്ഞിട്ടുള്ള സർവീസ് വോട്ടേഴ്സിൻ്റെ കണക്ക് ഇന്ന് നമുക്ക് വന്നിട്ടില്ല. അത് കൗണ്ടിങ് ദിവസം മാത്രമാണ് ലഭ്യമാകാൻ പോകുന്നത്. പിന്നെ സർവീസ് വോട്ടേഴ്സ് നമ്മൾ എല്ലാവർക്കും അറിയാം 53,984 നമ്മൾ ഓൾറെഡി എല്ലാവർക്കും ഇലക്ട്രോണിക് പോസ്റ്റൽ ബാലറ്റ്സ് നമ്മൾ അയച്ചിട്ടുണ്ട്. അത് കൗണ്ടിങ് സമയം ഡേറ്റ് വരെ അവർക്ക് തരാനുള്ള ഒരു സമയമുണ്ട്. ഇന്നലെ വരെ വന്നിട്ടുള്ള പോസ്റ്റൽ ബാലറ്റ്സിൻ്റെ ഒരു കണക്ക് നമ്മൾ ഇലക്ഷൻ കമ്മീഷനുക്ക് നമ്മൾ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മൊത്തം കണക്ക് നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസിനും പിന്നെ ഇന്ന് മീഡിയ ഗ്രൂപ്പ്സിലും നമ്മളത് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സീനിയർ സിറ്റിസൺസിൻ്റെ കണക്ക് നോക്കുമ്പോൾ നമ്മൾ അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത് 1,45,604 ഫോം 12D. അതിലെ 1,40,219 അവർ വോട്ട് ചെയ്തു. അത് ഏകദേശം 96.3% ആണ്.